ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഹിസ്റ്ററി, 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററീൻ്റെ ഫസ്റ്റ് യൂണിറ്റാണ് നോക്കിയത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടുകൾ നോക്കി. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് കൊളോണിയൽ, അത് കഴിഞ്ഞിട്ട് 1-2 ടോപ്പിക്കുകൾ കൂടെ ഉണ്ട്. അത് ഈ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് കൊളോണിയൽ? കൊളോണിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? In this book, you will read about the way British came to conquer the country and establish their rule. അപ്പോൾ ഈ ബുക്കിൽ, ഈ 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിൽ യു വിൽ റീഡ് അബൌട്ട് ദ വേ ബ്രിട്ടീഷ് കെയിം ടു കോൺകർ ദ കൺട്രി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ പിടിച്ചടക്കിയതും അവരവരുടെ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തതും, സബ്ജുഗേറ്റിംഗ് ലോക്കൽ നവാബ്സ് ആൻഡ് രാജാസ്, ഇവിടെ ഉണ്ടായിരുന്ന നവാബ്മാരെയും രാജാക്കന്മാരെയും ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ പിടിച്ചടക്കി ഇന്ത്യയിൽ ഭരണം തുടങ്ങിയതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഈ വർഷത്തെ ഹിസ്റ്ററിയിൽ പഠിക്കും. യു വിൽ സീ ഹൗ ദേ എസ്റ്റാബ്ലിഷ്ഡ് കൺട്രോൾ ഓവർ ദ എക്കണോമി ആൻഡ് സൊസൈറ്റി. അവരെങ്ങനെ ഇന്ത്യയുടെ ഈ സമ്പദ് വ്യവസ്ഥയായ എക്കണോമിയിലും അതുപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിലും ജനങ്ങൾക്കിടയിലും ഒക്കെ എങ്ങനെ അവരുടെ കൺട്രോള്, അവർ നിയന്ത്രണം സ്ഥാപിച്ചു, എങ്ങനെ നിയന്ത്രിച്ചു എക്കണോമീനെയും സൊസൈറ്റീനെയും ഒക്കെ. അതുപോലെ തന്നെ കളക്റ്റഡ് റവന്യൂ ടു മീറ്റ് ഓൾ ദ എക്സ്പെൻസസ്, അവരുടെ എക്സ്പെൻസസ്, അവരുടെ ചിലവുകൾ ന് വേണ്ടിയിട്ട് അവർ റവന്യൂ അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്തു ഇവിടുത്തെ ആൾക്കാരിൽ നിന്ന്. ബോട്ട് ദി ഗുഡ്സ് ദേ വാണ്ടഡ് അറ്റ് ലോ പ്രൈസസ്, അവർക്ക് വേണ്ട ഗുഡ്സ്, സാധനങ്ങൾ ഇവിടുത്തെ ആൾക്കാരിൽ നിന്ന് വളരെ ചെറിയ പ്രൈസിൽ, വിലയ്ക്ക് അവർ വാങ്ങിച്ചു. പ്രൊഡ്യൂസ്ഡ് ക്രോപ്സ് ദേ നീഡഡ് ഫോർ എക്സ്പോർട്ട്, അവർക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട്, എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള വേണ്ടിയുള്ള വിളകൾ മാത്രം അവർ കൃഷി ചെയ്യിപ്പിച്ചു. ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചസ് ദാറ്റ് കെയിം അബൌട്ട് ആസ് എ കോൺസിക്വൻസ്. അപ്പോൾ ഇതൊക്കെ കാരണം നമ്മുടെ ഇന്ത്യയിൽ വന്ന ചേഞ്ചസിനെ കുറിച്ചെല്ലാം നമ്മൾ ഈ 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിൽ പഠിക്കും. യു വിൽ ഓൾസോ കം ടു നോ അബൌട്ട് ദ ചേഞ്ചസ് ബ്രിട്ടീഷ് റൂൾ ബ്രോട്ട് അബൌട്ട് ഇൻ വാല്യൂസ് ആൻഡ് ടേസ്റ്റ്. നമ്മുടെ ഇന്ത്യയിലെ വാല്യൂ സിസ്റ്റത്തിലും രുചികളിലും കസ്റ്റംസിലും അതുപോലെ തന്നെ ആൾക്കാരുടെ പ്രാക്ടീസസിലും എല്ലാം വന്ന് ബ്രിട്ടീഷുകാർ വന്നത് കൊണ്ടുള്ള, ബ്രിട്ടീഷിൻ്റെ റൂള് കൊണ്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം പഠിക്കും. വെൻ ദ സബ്ജുഗേഷൻ ഓഫ് വൺ കൺട്രി ബൈ അനദർ, ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം പിടിച്ചടക്കുമ്പോൾ, and that leads to these kinds of political, economical, social and cultural changes. അങ്ങനെ പിടിച്ചടക്കി കഴിയുമ്പോൾ മറ്റുള്ള ഒരു കൺട്രി വേറൊരു രാജ്യത്തെ പിടിച്ചടക്കി, പിന്നെ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള, എക്കണോമിക്കലായും സോഷ്യലായും കൾച്ചറലായും ഒരുപാട് മാറ്റങ്ങൾ വരുമ്പോൾ വി റെഫർ ടു ദിസ് പ്രോസസ് ആസ് കോളനൈസേഷൻ. ഈ പ്രോസസ്സിനെയാണ് പറയുന്നത് കോളനൈസേഷൻ എന്ന്. കോളനികളാക്കി അവരുടെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അവരുടെ കോളനിയാക്കി അവരുടെ പൊളിറ്റിക്കലായും എക്കണോമിക്കലായും സോഷ്യലായും കൾച്ചറലായിട്ടൊക്കെ അവിടെ ഭരണം നടത്തുക, അല്ലെങ്കിൽ അതിലെങ്ങനെയുള്ള അതിലെല്ലാം ചേഞ്ചസ് വരുത്തുക, അതിനെയാണ് പറയുന്നത് കോളനൈസേഷൻ. You will, however, find that all classes and groups did not experience these changes in the same way. എല്ലാ ക്ലാസ്സസും, എല്ലാ ആൾക്കാരും, എല്ലാ ഗ്രൂപ്പ്സിനും ഈ ചേഞ്ചസ് എല്ലാം ഒരേപോലെ ആയിരുന്നില്ല. ദാറ്റ് ഈസ് വൈ ദ ബുക്ക് ഈസ് കോൾഡ്, നമ്മുടെ ഈ ബുക്കിനെ അവർ പാസ്റ്റ് ഇൻ ദ പ്ലൂറൽ. നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററി. പാസ്റ്റ് ഒരു അപ്പോസ്ട്രഫി അല്ല, ഒരു പ്ലൂറൽ ടെൻസിലാണ്, പ്ലൂറലായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. സിംഗുലർ അല്ല, പ്ലൂറൽ, ബഹുവചനമായിട്ട്. നമ്മുടെ പാസ്റ്റിൽ ഒരുപാട് അങ്ങനെയുള്ള ഹിസ്റ്ററീസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പാസ്റ്റ് ഈ ബുക്കിന് പേര് കൊടുത്തിരിക്കുന്നത്.
ഹൗ ഡു വി നോ, എങ്ങനെ നമ്മൾക്കറിയാം, എന്താണ് അവിടെ ചോദിക്കുന്നത്. വാട്ട് സോഴ്സസ് ഡു ഹിസ്റ്റോറിയൻസ് യൂസ് ഇൻ റൈറ്റിംഗ് അബൌട്ട് ദി ലാസ്റ്റ് 250 years ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഈ ഇന്ത്യൻ ഹിസ്റ്ററീൻ്റെ ഈ അവസാനത്തെ 250 വർഷം അത് എഴുതാനായിട്ട് ഹിസ്റ്റോറിയൻസ്, ഈ ഈവൻറ്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്ത ഹിസ്റ്റോറിയൻസ്, അവർ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ സോഴ്സ്, എന്തിനെ ആധാരപ്പെടുത്തിയാണ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ ഹിസ്റ്ററി എഴുതിയത്, എന്താണ് സോഴ്സ്, എവിടെ നിന്നാണ് ഈ ഡീറ്റെയിൽസ് കിട്ടിയത്, അതെല്ലാം നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഹൗ ഡു വി നോ അബൌട്ട് ദ പാസ്റ്റ്, ഹൗ ഡു വി നോ അബൌട്ട് ദ ഹിസ്റ്ററി. ഹിസ്റ്ററിയെക്കുറിച്ച് ഈ അവസാനത്തെ ഈ ഹിസ്റ്ററികൾ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞുപോയ കാലത്തിൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ പ്രൊഡ്യൂസസ് റെക്കോർഡ്സ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഭരണം. അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഭരണം നടത്തി കഴിയുമ്പോൾ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടാവും. റെക്കോർഡെന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കുന്ന കാര്യങ്ങളാണ് റെക്കോർഡ്സ്, നോട്ട് ചെയ്ത് വയ്ക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ വൺ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഈസ് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഓഫ് ദി ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒഫീഷ്യൽ റെക്കോർഡ്സ്, ഓരോ കാര്യങ്ങളും ഓഫീസുകളിൽ എഴുതി വച്ചിരിക്കുന്ന ആ റെക്കോർഡുകൾ, അതൊരു സോഴ്സാണ്. അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ബ്രിട്ടീഷ് ബിലീവ്ഡ് ദാറ്റ് ദി ആക്ട് ഓഫ് റൈറ്റിംഗ് വാസ് ഇമ്പോർട്ടൻറ്റ്. എഴുതുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് എഴുതി വയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ബ്രിട്ടീഷുകാർ വിശ്വസിച്ചിരുന്നു. എവ്രി ഇൻസ്ട്രക്ഷൻ, എന്തൊക്കെ കമാൻഡ്സ് കൊടുത്തോ, ഇൻസ്ട്രക്ഷൻ കൊടുത്തോ, എവ്രി പ്ലാൻ, എല്ലാ പ്ലാനുകളും, എവ്രി പോളിസി, ഓരോ പോളിസികളും, എവ്രി ഡിസിഷൻ, ഓരോ നിർണയങ്ങളും, അതായത് ഡിസിഷൻസും, അതുപോലെ തന്നെ എവ്രി അഗ്രിമെൻറ്റ്, ഓരോ അഗ്രിമെൻറ്റും, എവ്രി ഇൻവെസ്റ്റിഗേഷൻ, ഓരോ ഇൻവെസ്റ്റിഗേഷനും ഹാഡ് ടു ബി ക്ലിയർലി റിട്ടേൺ അപ്പ്. എല്ലാം ഇങ്ങനെയുള്ളതെല്ലാം വളരെ വ്യക്തമായി എഴുതി വയ്ക്കണം. അതായിരുന്നു ഓഫീസുകളിൽ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. വൺസ് ദിസ് വാസ് ഡൺ, അങ്ങനെ ചെയ്തു വെച്ച് കഴിയുമ്പോൾ തിങ്സ് കുഡ് ബി പ്രോപ്പർലി സ്റ്റഡീഡ് ആൻഡ് ഡിബേറ്റഡ്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ശരിക്ക് പിന്നീടാണെങ്കിലും വളരെ ഇതായിട്ട് ക്ലിയറായിട്ട് പഠിക്കാൻ പറ്റും, അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ പറ്റും. Conviction produced on administrative culture of memos, notings and reports. അപ്പോൾ ഓരോ മെമ്മോയും, ഓഫീസിലുള്ള മെമ്മോകളും സർക്കുലറുകൾ അല്ലെങ്കിൽ നോട്ടിങ്സുകൾ, പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ട്സ്, അതെല്ലാം സേഫായിട്ട് അവർ സൂക്ഷിക്കുമായിരുന്നു. ബ്രിട്ടീഷ് ഓൾസോ ഫെൽറ്റ് ദാറ്റ് all important documents and letters needed to be carefully preserved. അങ്ങനെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ലെറ്ററുകളും എല്ലാം കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചു വെക്കണം എന്ന് അവർക്കറിയായിരുന്നു. സോ ദേ സെറ്റ് അപ്പ് റെക്കോർഡ് റൂംസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ റെക്കോർഡ് റൂമുകൾ ഉണ്ടാക്കി, ഈ റെക്കോർഡുകളൊക്കെ വയ്ക്കാനായിട്ട്. അറ്റാച്ച്ഡ് ടു ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഭരണം നടത്തുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും, എല്ലാ ഓഫീസസിലും അവർക്ക് റെക്കോർഡുകൾ വയ്ക്കാനായിട്ട് റെക്കോർഡ് റൂംസ് ഉണ്ട്. ദി വില്ലേജ് തഹസിൽദാർസ് ഓഫീസ്, തഹസിൽദാറിൻ്റെ ഓഫീസ്, അതുപോലെ തന്നെ കളക്ടറേറ്റ്, കമ്മീഷണറിൻ്റെ ഓഫീസ്, പ്രൊവിൻഷ്യൽ സെക്രട്ടേറിയറ്റ്, ലോ കോർട്ടുകൾ, കോടതികൾ, ഓൾ ഹാഡ് ദെയർ റെക്കോർഡ് റൂം. എല്ലാ ഓഫീസുകൾക്കും അവരുടെ റെക്കോർഡ് റൂമുകളുണ്ട്. Specialized institutions like archives and museums were also established to preserve important records. അതുപോലെ എന്തൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ആർക്കൈവ്സ് ആൻഡ് മ്യൂസിയംസ്. ഇപ്പോൾ ഈ റെക്കോർഡുകളെല്ലാം സൂക്ഷിക്കുന്ന സ്ഥലത്തെയാണ് പറയുന്നത് ആർക്കൈവ് അല്ലെങ്കിൽ മ്യൂസിയം എന്നൊക്കെ. അതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തു, അതെല്ലാം ഉണ്ടാക്കി ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് റെക്കോർഡുകൾ സൂക്ഷിക്കാനായിട്ട്. ലെറ്റേഴ്സ് ആൻഡ് മെമ്മോസ് ദാറ്റ് മൂവ്ഡ് ഫ്രം വൺ ബ്രാഞ്ച് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ടു അനദർ ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് 19th century ക്യാൻ സ്റ്റിൽ ബി റെഡ് ഇൻ ദ ആർക്കൈവ്സ്. അപ്പോൾ
ഒരു ഓഫീസിൽ നിന്ന് മറ്റു ഓഫീസിലോട്ട് കൊടുത്തുവിടുന്ന ഫയലുകൾ, ലെറ്ററുകൾ, നോട്ടീസുകൾ, അതെല്ലാം ഏർലി ഇയേഴ്സ് ഓഫ് 19th century തൊട്ട് 19th centuryൻ്റെ ആദ്യം തൊട്ട് ഇപ്പോഴും നമുക്കതെല്ലാം ആർക്കൈവ്സിൽ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റെക്കോർഡ് റൂമുകളിൽ നമുക്ക് വായിക്കാനായിട്ട് അവൈലബിൾ ആണ്. You can also study the notes and reports that district officials prepared. ഡിസ്ട്രിക്ട് ഓഫീഷ്യൽസ്, ഡിസ്ട്രിക്ട് ഓഫീസർമാർ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഓഫീസേഴ്സിലും ഉള്ള അവരുടെ നോട്ടുകളും റിപ്പോർട്ടുകളും എല്ലാം നമുക്ക് ആക്സസ് അവൈലബിൾ ആണ്. ഓർ ദി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്റ്റീവ്സ് ദാറ്റ് വർ സെൻറ്റ് ബൈ ഒഫീഷ്യൽസ് ടു ദ ടോപ്പ് ടു പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറ്റ് ദ ടോപ്പ് ടു പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പോൾ മുകളിൽ നിന്ന് തൊട്ട് താഴെ വരെ എന്തൊക്കെ നോട്ടീസുകൾ, ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ടോ, ഓർഡറുകൾ കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം കോപ്പികൾ അതെല്ലാം അവർ ഓഫീസുകളിൽ ആർക്കൈവ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് 19th centuryൻ്റെ സ്റ്റാർട്ടിങ്ങിലെ വർഷങ്ങളിൽ ദീസ് ഡോക്യുമെൻറ്റ്സ് വെർ കെയർഫുള്ളി കോപ്പീഡ് ഔട്ട് ആൻഡ് ബ്യൂട്ടിഫുള്ളി റിട്ടൺ ബൈ കാലിഗ്രാഫിസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള റെക്കോർഡുകളെല്ലാം വളരെ നന്നായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കാലിഗ്രാഫിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബൈ ദോസ് ഹൂ സ്പെഷ്യലൈസ്ഡ് ഇൻ ദ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്. വളരെ നന്നായി എഴുതാൻ പറ്റുന്ന അതിൽ സ്പെഷ്യലൈസ്ഡ് ആയ ആൾക്കാരാണ് ഈ കാലിഗ്രാഫിസ്റ്റ്. അവർ ഈ റെക്കോർഡ്സ് എല്ലാം വളരെ നന്നായിട്ട് എഴുതി വയ്ക്കും. ആൻഡ് ബൈ ദ മിഡിൽ ഓഫ് 19th centuryൻ്റെ പകുതി ആയപ്പോഴേക്കും വിത്ത് ദ സ്പ്രെഡ് ഓഫ് പ്രിൻറ്റിങ് സ്പ്രെഡായപ്പോൾ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദീസ് റെക്കോർഡ്സ് വെർ പ്രിൻറ്റഡ് ആസ് പ്രൊസീഡിങ്സ് ഓഫ് ഈച്ച് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഈ പ്രൊസീഡിങ്സ് എല്ലാം, ഈ പ്രൊസീജിയേഴ്സ് എല്ലാം, ഈ സർക്കുലറുകളും ഇതെല്ലാം എന്തായി പ്രിൻറ്റിങ് തുടങ്ങിയപ്പോൾ അങ്ങനെ പല കോപ്പികൾ പ്രിൻറ്റ് ചെയ്ത് എല്ലാ ഓഫീസസിലും അതിൻ്റെ എല്ലാ കോപ്പികൾ അവർ സൂക്ഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതൊരു നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ കെയിം അപ്പ് ഇൻ 1920s 1920കളിൽ ഉണ്ടാക്കിയ നാഷണൽ ആർക്കൈവ് ഓഫ് ഇന്ത്യയാണിത്. അതിൻ്റെ ഒരു ഓഫീസാണ്. ഇവിടെ റെക്കോർഡുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്. വെൻ ന്യൂഡൽഹി വാസ് ബിൽറ്റ്, ന്യൂഡൽഹി എന്നൊക്കെ പറയുന്ന ന്യൂഡൽഹി തുടങ്ങിയപ്പോൾ ബിൽഡ് ചെയ്തപ്പോൾ നാഷണൽ മ്യൂസിയം ആൻഡ് നാഷണൽ ആർക്കൈവ്സ് വർ ബോത്ത് ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ വിസെറിഗൽ പാലസ്. വൈസറോയിൻ്റെ പാലസിൻ്റെ വളരെ അടുത്ത് തന്നെയായിട്ട് ന്യൂഡൽഹിയിൽ ഈ നാഷണൽ മ്യൂസിയവും നാഷണൽ ആർക്കൈവ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ദിസ് ലൊക്കേഷൻ റിഫ്ലെക്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാഡ് ഇൻ ദ ബ്രിട്ടീഷ് ഇമാജിനേഷൻ. ബ്രിട്ടീഷേഴ്സിൻ്റെ ചിന്തയിൽ ഈ ആർക്കൈവ്സിനും നാഷണൽ മ്യൂസിയങ്ങൾക്കും ഈ റെക്കോർഡുകൾക്കുമുള്ള ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. ന്യൂഡൽഹിയിൽ അവരുടെ എല്ലാം വൈസ്രോയിൻ്റെയൊക്കെ ഓഫീസസ് അല്ലെങ്കിൽ പാലസിന് തൊട്ട് തന്നെ ഇതുണ്ടെന്ന് ഉള്ള ഇത് ഒക്കെ തുടങ്ങിയത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. സർവേസ് ബിക്കം ഇമ്പോർട്ടൻ്റ്. സർവേകൾ വളരെ ഇമ്പോർട്ടൻ്റായി. സർവേകളിൽ നിന്നും ഒരുപാട് ഇൻഫർമേഷൻസ്, റെക്കോർഡുകൾ കിട്ടി. ഹിസ്റ്ററി ഇതിൽ നിന്ന് കിട്ടും നമുക്ക്. The practice of surveying also became common under the colonial administration. കൊളോണിയൽ ഈ ബ്രിട്ടീഷേഴ്സ് സർവേ ഒക്കെ നടത്തിയിരുന്നു. ബ്രിട്ടീഷ് ബിലീവ്ഡ് ദാറ്റ് എ കൺട്രി ഹാഡ് ടു ബി പ്രോപ്പർലി നോൺ ബിഫോർ ഇറ്റ് കുഡ് ബി ഇഫക്റ്റീവ്ലി അഡ്മിനിസ്ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായി ഭരിക്കാനായിട്ട് അവരോട് വിശ്വസിച്ചത് ഒരു കൺട്രിയെ വേറൊരു കൺട്രി ഭരിക്കുമ്പോൾ ആരെയാണോ ഭരിക്കുന്നത് ആ കൺട്രിയെക്കുറിച്ച്, ഇപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെക്കുറിച്ച് ശരിക്കും അറിഞ്ഞാൽ മാത്രമേ നന്നായി ഭരിക്കാൻ പറ്റുള്ളൂ എന്നവർ മനസ്സിലാക്കി. ബൈ ദ ഏർലി 19th centuryൻ്റെ തുടക്കത്തിൽ ഡീറ്റെയിൽഡ് സർവേസ് വെർ ബീയിങ് ക്യാരിഡ് ഔട്ട്. വളരെ ഡീറ്റെയിലായ സർവേകൾ അവർ നടത്തി. ടു മാപ്പ് ദി എൻറ്റയർ കൺട്രിയെ മൊത്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സർവേകൾ നടത്തി. ഇൻ ദ വില്ലേജസ് റവന്യൂ സർവേസ് വെയർ കണ്ടക്റ്റഡ്. വില്ലേജുകളിൽ
റവന്യൂ സർവേ അവർ കണ്ടക്ട് ചെയ്തു. ദ എഫേർട്ട് വാസ് ടു നോ ടോപ്പോഗ്രഫി അവിടുത്തെ സ്ഥലം എങ്ങനെയാണ്, ദ സോയിൽ ക്വാളിറ്റി അവിടുത്തെ മണ്ണിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അവിടുത്തെ ഫ്ലോറ എന്ന് പറഞ്ഞാൽ മരങ്ങൾ, വനങ്ങൾ, അതുപോലെ തന്നെ ഫോണ എന്ന് പറഞ്ഞാൽ ഈ ജീവജാലങ്ങൾ, ജന്തുക്കൾ, ലോക്കൽ ഹിസ്റ്ററി എന്തൊക്കെയാണ്, അവരുടെ ക്രോപ്പിംഗ് പാറ്റേൺ, അവർ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്, അതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അവർ സർവേ നടത്തി. ഓൾ ദ ഫാക്ട്സ് സീൻ ആസ് നെസസറി ടു നോ അബൌട്ട് ടു അഡ്മിനിസ്റ്റർ ദ റീജിയൻ. ഒരു റീജിയൻ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട്, ഭരിക്കാനായിട്ട് ഇതിനെക്കുറിച്ചെല്ലാം അറിയേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ അവർ പല കാര്യങ്ങളും സർവേ ചെയ്തു. ഇപ്പോൾ ഈ ഫിഗർ 5 കാണിക്കുന്നത് കസ്റ്റർ ആപ്പിൾ പ്ലാന്റ്, 1770 കസ്റ്റർ ആപ്പിൾ പ്ലാന്റിൻ്റെ ഒരു ഫിഗർ അവർ വരച്ച ചിത്രമാണ് ഈ കാണിക്കുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയംസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബ്രിട്ടീഷ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ യൂസസ്. അപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻസും നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയംസൊക്കെ അവരെന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷുകാർ തുടങ്ങി. അപ്പോൾ എന്നിട്ട് പ്ലാന്റിൻ്റെ സ്പെസിമെൻസ്, ഓരോ പ്ലാന്റിൻ്റെയും സ്പെസിമെൻസ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തു. അതിൻ്റെ യൂസ് എന്തൊക്കെയാണ് അതെല്ലാം എഴുതി വെച്ചു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം അറിയാൻ പറ്റുമെന്നാണ് ഇതൊക്കെ പറയുന്നത്. ലോക്കൽ ആർട്ടിസ്റ്റ് വെയർ ആസ്ക്ഡ് ടു ഡ്രോ പിക്ചേഴ്സ് ഓഫ് ദീസ് സ്പെസിമെൻസ്. ഇങ്ങനെയുള്ള ഈ ചെടികളുടെയും പലതിൻ്റെയും ഈ സ്പെസിമെൻസിൻ്റെ എല്ലാം പിക്ചർ വരയ്ക്കാനായിട്ട് പറഞ്ഞു. ആൻഡ് ഹിസ്റ്റോറിയൻസ് ആർ നൗ ലുക്കിംഗ് അറ്റ് ദ വേ സച്ച് ഇൻഫർമേഷൻ വാസ് ഗാതേർഡ് ആൻഡ് വാട്ട് ദീസ് ഇൻഫർമേഷൻ റിവീൽസ് അബൌട്ട് ദ നേച്ചർ ഓഫ് കൊളോണിയലിസം. അപ്പോൾ ഇതിനെല്ലാം നോക്കിയിട്ട് ഹിസ്റ്റോറിയൻസിന് കുറേ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ കൊളോണിയലിസത്തിൻ്റെ നേച്ചറിനെക്കുറിച്ചും അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചെല്ലാം ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ വേറൊരു ഫിഗർ ഉണ്ട്, മാപ്പിംഗ് ആൻഡ് സർവേ ഓപ്പറേഷൻസ് ഇൻ പ്രോഗ്രസ് ഇൻ ബംഗാൾ, ഡ്രോയിങ് ബൈ ജെയിംസ് പ്രിൻസെപ്പ്, 1832 ബംഗാളിലൊരു സർവേ നടക്കുന്നതിനെക്കുറിച്ച് വരച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഡയഗ്രമാണിത്. നോട്ട് ഹൗ ഓൾ ദി ഇൻസ്ട്രുമെൻറ്റ്സ് വെർ യൂസ്ഡ് ഇൻ ദ സർവേസ് ആർ പ്ലേസ്ഡ് ഇൻ ദ ഫോർഗ്രൗണ്ട് ടു എംഫസൈസ് ദി സയൻറ്റിഫിക് നേച്ചർ ഓഫ് ദ പ്രൊജക്റ്റ്. അവർ സർവേ ചെയ്യുന്ന ഉപകരണങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണിക്കുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ചെയ്ത കാര്യങ്ങളാണ് സർവേകളെല്ലാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രം ദ എൻഡ് ഓഫ് ദ 19th century അവസാനത്തോടെ സെൻസസ് ഓപ്പറേഷൻസ് വെർ ഹെൽഡ് എവറി 10 years. ഓരോ 10 വർഷവും സെൻസസ് നടത്തി, ആൾക്കാർ കൗണ്ട് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തി. ദീസ് പ്രിപ്പയർഡ് ഡീറ്റെയിൽഡ് റെക്കോർഡ്സ് ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഓൾ ദ പ്രൊവിൻസസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പല ഭാഗത്തും ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽഡ് റെക്കോർഡ്, എത്ര പേരുണ്ടായിരുന്നു, എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള നോട്ടിങ് ഇൻഫർമേഷൻ ഓൺ കാസ്റ്റ്, അവരുടെ എന്തൊക്കെയാണ് ജാതി, അവരുടെ റിലീജിയൻ എന്താണ്, അവരുടെ ഒക്കുപ്പേഷൻ എന്താണ്, ജോലി എന്താണ്, അതെല്ലാം അവർ സർവേ നടത്തി. ആൻഡ് ദർ വർ മെനി അതർ സർവേസ്. ബൊട്ടാണിക്കൽ സർവേ ഉണ്ടായിരുന്നു. ബൊട്ടാണിക്കൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സസ്യങ്ങളെക്കുറിച്ച്, മരങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളത്. സുവോളജിക്കൽ സർവേ, ജന്തുജാലങ്ങളെക്കുറിച്ചുള്ള സർവേ. ആർക്കിയോളജിക്കൽ സർവേ, ഈ പുരാതന ആർക്കിയോളജിക്കൽ മ്യൂസിയംസും അതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളത്. ആന്ത്രപ്പോളജിക്കൽ സർവേ, മനുഷ്യന്മാരെക്കുറിച്ചുള്ള സർവേ. ദെൻ ഫോറസ്റ്റ് സർവേ, അങ്ങനെയുള്ള പല സർവേകളും നടത്തി. വാട്ട് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഡു നോട്ട് ടെൽ. എന്താണ് ഒഫീഷ്യൽ റെക്കോർഡ്സ്? ഇങ്ങനെയുള്ള ഒഫീഷ്യൽ റെക്കോർഡ്സ് എല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ വാട്ട് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഡു നോട്ട് ടെൽ, എന്താണ് ഈ ഒഫീഷ്യൽ റെക്കോർഡ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒഫീഷ്യൽ റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് കിട്ടാതിരിക്കുക? ഇൻ ദ വാസ്റ്റ് കോർപ്പസ് ഓഫ് റെക്കോർഡ്സ് വി ക്യാൻ ഗെറ്റ് ടു നോ എ ലോട്ട്. ഈ റെക്കോർഡിൽ നിന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ബട്ട് വി മസ്റ്റ് റിമെമ്പർ ദാറ്റ് ദീസ് ആർ ഒഫീഷ്യൽ റെക്കോർഡ്സ്. ഇതെല്ലാം ഒഫീഷ്യൽ റെക്കോർഡുകളാണ്. ദേ ടെൽ us വാട്ട് ദ ഒഫീഷ്യൽ തോട്ട്. ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ആ ഭരണാധികാരികൾ
ഓഫീസർമാർ എന്ത് വിചാരിച്ചു, അവരുടെ തോട്ട് എന്തായിരുന്നു, ആൻഡ് അവർ എന്തിലൊക്കെയായിരുന്നു, അവരുടെ ഇൻട്രസ്റ്റ് എന്തിലൊക്കെയായിരുന്നു, അതിനെക്കുറിച്ചൊക്കെയാണ് അത് പറയുന്നത്. വാട്ട് ദേ വിഷ്ഡ് ടു പ്രിസേർവ് ഫോർ പോസ്റ്ററിറ്റി, അത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പ്രിസേർവ് ചെയ്യണം അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കണം, എന്തൊക്കെ റെക്കോർഡാണ് സൂക്ഷിച്ച് വെക്കണം എന്ന് അവർ വിചാരിച്ചത്. അതിനനുസരിച്ച് അവർ ഈ ഇങ്ങനെയുള്ള റെക്കോർഡെല്ലാം വെച്ചിട്ടുള്ളൂ. ബാക്കി കുറേ കാര്യങ്ങളുണ്ട് നമുക്കറിയാത്തത്. ദീസ് റെക്കോർഡ് ഡു നോട്ട് ഓൾവേസ് ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് അതർ പീപ്പിൾ ഇൻ ദ കൺട്രി ഫെൽറ്റ് ആൻഡ് വാട്ട് ലേ ബിഹൈൻഡ് ദെയർ ആക്ഷൻസ്. അപ്പോൾ ഇതിൽ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ റെക്കോർഡിൽ നിന്നും കിട്ടും. പക്ഷേ അതായത് ആ രാജ്യത്ത് താമസിക്കുന്ന മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിച്ചു, അവരുടെ തോട്ട് എന്തായിരുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ ആക്ഷൻസ്, അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്നും ഇതിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഈ ഓഫീസർമാർ എഴുതി വെച്ചത് മാത്രമേ ഈ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ ഉണ്ടാവുള്ളൂ. ഫോർ ദാറ്റ് വി നീഡ് ടു ലുക്ക് എൽസ്വെയർ. അതിനു വേണ്ടിയിട്ട് മറ്റുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വേറെ എന്തെങ്കിലുമൊക്കെ നോക്കേണ്ടി വരും. When we begin to search for these other sources, we find them plenty. അപ്പോൾ നമ്മൾ അതങ്ങനെ മറ്റുള്ള സോഴ്സസ് നോക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടി. ദോ ദേ ആർ മോർ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദാൻ ഒഫീഷ്യൽ റെക്കോർഡ്സ്. ഒഫീഷ്യൽ റെക്കോർഡ്സ് നമുക്ക് ആർക്കൈവ്സ് അല്ലെങ്കിൽ മ്യൂസിയത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ദേ ഹാവ് ഡയറീസ് ഓഫ് പീപ്പിൾ, ആൾക്കാരുടെ ഡയറികൾ, അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫ് പിൽഗ്രിംസ് ഈ ഓരോ മതക്കാരും അവരുടെ പിൽഗ്രിമേജ് സെൻറ്റേഴ്സിലെല്ലാം പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന അവരുടെ ഡീറ്റെയിൽസ്, ട്രാവലേഴ്സിൻ്റെ യാത്രക്കാരുടെ ഡീറ്റെയിൽസ്, ഓട്ടോബയോഗ്രഫീസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ബയോഗ്രഫി, അവരെക്കുറിച്ച് എഴുതിയ കാര്യങ്ങൾ, പോപ്പുലർ ബുക്ക്ലെറ്റ്സ്, വളരെ പ്രസിദ്ധമായ ബുക്ക്ലെറ്റുകൾ, വെർ സോൾഡ് ഇൻ ദ ലോക്കൽ ബസാറുകളിൽ, ലോക്കൽ മാർക്കറ്റുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കിയിട്ടാണ്, അതിൽ നിന്നാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടുന്നത്. ദ റിബൽ ഓഫ് 1857, അതിൻ്റെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്, ഒരു പടം കാണിച്ചിട്ടുണ്ട്, ഇമേജസ് നീഡ് ടു ബി കെയർഫുള്ളി സ്റ്റഡീഡ് ഫോർ ദേ പ്രൊജക്ട് ദ വ്യൂ പോയിൻ്റ് ഓഫ് ദോസ് ഹു ക്രിയേറ്റ് ദം. ഈ പടം വരച്ച അവരുടെ ഇമേജാണ്, അവരെന്ത് വിചാരിച്ചു അതാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചെങ്കിൽ ചിലപ്പോൾ സത്യമായിരിക്കണമെന്നില്ല, ചിലപ്പോൾ ആയിരിക്കാം. അവരുടെ വ്യൂ പോയിൻ്റാണ് ഇതിൽ വരച്ചു വെച്ചിരിക്കുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരുടെ വ്യൂ പോയിൻ്റ്. ഇമേജ് ക്യാൻ ബി ഫൗണ്ട് ഇൻ സെവറൽ ഇല്ലസ്ട്രേറ്റഡ് ബുക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷ് ആഫ്റ്റർ 1857 റെബലിയൻ. 1857 റിബലിയൻ അല്ലെങ്കിൽ ആ വിപ്ലവത്തിന് ശേഷം പല ബുക്കുകളിലും പല ഇമേജസുകൾ നമുക്ക് കാണാം. ദ ക്യാപ്ഷൻ അറ്റ് ദ ബോട്ടം സേസ്, ഇതിൻ്റെ താഴെയുള്ള ക്യാപ്ഷൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മ്യൂട്ടീനിയസ് സെപ്പോയ്സ് ഷെയർ ദ ലൂട്ട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ ബ്രിട്ടീഷ് റെപ്രസെൻറ്റേഷൻസ് ബ്രിട്ടീഷ് പറയുന്നത് ദ റിബൽസ് അപ്പിയർ ആസ് ഗ്രീഡി. ഇവിടെ അല്ലെങ്കിൽ വിപ്ലവം നടത്തുന്ന ആൾക്കാർ അത്യാഗ്രഹികളും വിഷ്യസും ആൻഡ് ബ്രൂട്ടൽ, വളരെ നീചന്മാരും ഒക്കെയാണെന്നാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ആ 1857 റിവോൾട്ടിനെ കുറിച്ച് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. യു വിൽ റീഡ് അബൌട്ട് ദ റിബല്യൻ ഇൻ ദ ചാപ്റ്റർ 5 നമ്മളിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇത് അവരുടെ ഒരു റിപ്രസെൻറ്റേഷൻ ആയിരുന്നു. ഈ വരച്ച ആൾ അതിന് താഴെ എഴുതി വെച്ചിരിക്കുന്നതായിരുന്നു ഈ റിവോൾട്ടിനെ കുറിച്ച്. ആസ് പ്രിൻറ്റിംഗ് സ്പ്രെഡ്, ന്യൂസ്പേപ്പേഴ്സ് were published. പ്രിൻറ്റിങ് സ്പ്രെഡായപ്പോൾ ന്യൂസ് പേപ്പറെല്ലാം പബ്ലിഷ് ചെയ്തു. ആൻഡ് ഇഷ്യൂസ് വെർ ഡിബേറ്റഡ് ഇൻ പബ്ലിക്കിൽ ഇങ്ങനെയുള്ള പല ഇഷ്യൂസും ഡിബേറ്റ് ചെയ്യപ്പെട്ടു, ചർച്ച ചെയ്യപ്പെട്ടു. ലീഡേഴ്സ് ആൻഡ് റിഫോമേഴ്സ് റോട്ട് ടു സ്പ്രെഡ് their ഐഡിയാസ്. ലീഡേഴ്സും റിഫോമർമാരൊക്കെ അവരുടെ ഐഡിയ സ്പ്രെഡ് ചെയ്തു. പോയറ്റ്സ് ആൻഡ് നോവലിസ്റ്റ് റോട്ട് ടു എക്സ്പ്രസ് ദെയർ ഫീലിങ്സ്. പോയറ്റുകളും കവികളും നോവലിസ്റ്റുകളൊക്കെ അവരുടെ ഫീലിങ്സ് അത് അവർ എഴുതി എക്സ്പ്രസ് ചെയ്തു.
അങ്ങനെ ഓൾ ദീസ് സോഴ്സസ്, ഇതെല്ലാം സോഴ്സസാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഹിസ്റ്ററിയെക്കുറിച്ച് എന്തൊക്കെ കഴിഞ്ഞു പോയി എന്നുള്ള അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഇതിൽ നിന്ന് കിട്ടാൻ പറ്റും. ഹവവർ were produced by those who were literate. പഠിച്ച ആൾക്കാർ, എഴുതാൻ അറിയുന്ന ആൾക്കാർ മാത്രമേ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതി വച്ചിരുന്നുള്ളൂ. ഫ്രം ദീസ് we will not be able to understand how history was experienced by and lived by the tribals and peasants. ട്രൈബൽസും ആദിവാസികളും അതുപോലെ തന്നെ കൃഷിക്കാരും ഒരു ഇല്ലിറ്ററേറ്റായ എഴുതാൻ അക്ഷര അഭ്യാസം ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ ജീവിച്ചു, അവരുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഒന്നൊന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവർ എഴുതിയിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഐഡിയാസ് ഇല്ല. ദ വർക്കേഴ്സ് ഇൻ ദ മൈൻസ്, അതായത് മൈനുകളിൽ ഖനികളിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യന്മാർ, പുവർ ഇൻ ദ സ്ട്രീറ്റ്സ്, പുവർ പീപ്പിൾ ഓൺ ദ സ്ട്രീറ്റ്സ്, ഈ സ്ട്രീറ്റിലൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട ആൾക്കാർ, അവർക്കൊന്നും അക്ഷര അഭ്യാസമില്ല, വിദ്യാഭ്യാസമില്ല, അവരെങ്ങനെ എഴുതും, അവരെക്കുറിച്ചൊന്നും ഡീറ്റെയിൽസ് ഇല്ല. ഗെറ്റിംഗ് ടു നോ ദെയർ ലൈഫ്സ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടാസ്ക്. അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയാമെന്ന് പറയുന്നത്, അവരുടെ ഹിസ്റ്ററിയെക്കുറിച്ച് അറിയാമെന്ന് പറയുന്നത് അതിലും ടഫാണ്. Yet this can be done if we make a little bit of effort. കുറച്ചും കൂടി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചും നമുക്കറിയാൻ പറ്റും. When you read this book, you will see how this can be done. ഈ ബുക്ക്, ഈ 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചും ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എങ്ങനെ കിട്ടും എന്നും ഈ ഹിസ്റ്ററിയിലെ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിയുമ്പോൾ 8ാം ക്ലാസ്സിലെ ഈ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് ആ ഫസ്റ്റ് യൂണിറ്റ്, ഹൗ, വെൻ, വേർ എന്ന ഈ യൂണിറ്റ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.